വന്യമൃഗപ്പേടിയിൽ പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖല. ആനയ്ക്കും പുലിക്കും പിന്നാലെ കടുവയുടെ സാന്നിധ്യമാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയത്. കോന്നിയിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നും ചിറ്റാറിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. പുലർച്ചെ 2 മണിയോടെ പശുത്തൊഴുത്തിലെ ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ ഉണർന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പശുക്കിടാവിനെ കൊന്ന നിലയിൽ തൊഴുത്തിന് സമീപം കണ്ടു. പശുക്കിടാവിനെ കൊന്നത് കടുവ തന്നെയെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഇവിടെ നിരന്തരം ഈ ശല്യമുണ്ട്, ആനയുടെയും കടുവയുടെയും ശല്യം. ഞങ്ങൾക്ക് നിരന്തരം ഈ എങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയില്ല. രാത്രിയിലെ കാലങ്ങളിലൊക്കെ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ മക്കളെയൊക്കെ കൊണ്ടുപോകണം. എന്തെങ്കിലും ഒരു 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വെളിയിലോട്ട് പോകാനെടുക്കാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ ഈ തോട്ടമേഖലയിലുള്ള ജീവിതം. അന്ന് അവർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അവർ വന്ന് പറഞ്ഞ് ആൾക്കാർ ശ്രദ്ധിച്ച് നടക്കണം, കാര്യം എന്തൊക്കെ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിലാണ് നമ്മളെ കണ്ടപ്പോൾ നമ്മൾ ഓർക്കാപ്പുറത്ത് രാത്രി വരാൻ നേരത്ത് നമ്മളെ ആക്രമിക്കത്തില്ലെന്നുണ്ടോ? ഇരുട്ട് വീണാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഭയപ്പാടോടെ. ആന, പുലി തുടങ്ങിയവയുടെ സാന്നിധ്യമുണ്ടായിരുന്ന പ്രദേശത്ത് കടുവ കൂടി എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. കാട്ടുപോത്ത് വന്നപ്പോൾ ഞാൻ ഓടിപ്പോയി പുലർച്ചെ പാമ്പിനെ കണ്ടു, മൂർഖ പാമ്പിനെ കണ്ടു. കാട്ടിയപ്പോൾ ഭയങ്കര പേടിയാ. കടുവ ഉണ്ട്. കടുവ അങ്ങ് വെട്ടാൻ പോകുമ്പോൾ പുലി ഉണ്ട്. ഇന്ന് ഓടി രാവിലെ പേടിയാ. വെളിയിറക്കാൻ പറ്റാത്ത കൊച്ചുമഴ പേടിയാ, വെളിയിറക്കാൻ പേടിയാ. കടുവ ഞാൻ ബ്ലോക്കിൽ വെച്ച് ഞാൻ പണിക്ക് പോയ സ്ഥലത്തും ഇത് കണ്ടതാണ്. കണ്ടിട്ട് മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഫീൽഡ് ഓഫീസിൻ്റെ അടുത്ത് പറഞ്ഞ സാറേ പണിക്ക് പോകാൻ അവിടെ കടുവ വന്നിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ടെന്ന്. പിന്നെ 2 വർഷത്തിന് മുമ്പ് എൻ്റെ 2 പട്ടി ഇവിടെ കെട്ടിയിട്ടുണ്ട്, അതിന് വന്ന് പിടിച്ചോണ്ട് പോയി. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ വന്യമൃഗശല്യം പരിഹരിക്കാനായി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവയൊന്നും പര്യാപ്തമല്ല. അടിയന്തര നടപടി വേണമെന്ന നാട്ടുകാർ. നമുക്ക് ഒരു ജീവന് ഒരു ഭീഷണിയാണ്. ഇത് പറഞ്ഞ് ആരൊക്കെ പറഞ്ഞ് മടുത്തു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിന് അതേപോലെ ഞങ്ങൾ പറയുന്നുണ്ട്, അവരൊന്നും ചെയ്യുന്നില്ല. ആനയുടെ ശരീരം ഒരു പെട്രോളിങ് പോലും ഫോറസ്റ്റ് ഇവിടെ നടത്തുന്നില്ല. ഭയങ്കര പേടിയാ. ഇന്നാണെങ്കിൽ ഞങ്ങൾ ഇപ്പം പണിക്ക് പോയിട്ട് ഇപ്പം വരുമ്പോൾ നമ്മളാവും ചാടി പോവുക. ഞങ്ങൾ അങ്ങോട്ട് താപ്പോട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് നമുക്ക് ഒരു സമാധാനമില്ല. പേടിച്ചാ പണിക്ക് പോകുന്നേ. എങ്ങനെയും പിള്ളേരെ വളർത്തണ്ടായി, അതിനുവേണ്ടി ഞങ്ങൾ പേടിച്ച് പണിക്ക് പോവുക. നിരന്തരം വന്യമൃഗശല്യമുള്ള പ്രദേശമാണിത്. ആന, പുലി, കുരങ്ങ്, പന്നി, മ്ലാവ് തുടങ്ങിയവയുടെ സാന്നിധ്യം എപ്പോഴുമുണ്ട്. ആന കൃഷി നശിപ്പിക്കുന്നത് ഇവിടെ സാധാരണ സംഭവമായി. രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സൗണ്ട് കേട്ട് ഞാൻ മിറ്റത്തിറങ്ങി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ എൻ്റെ മിറ്റിൽ ആന നിൽപ്പുണ്ട്. തലനാട് ഇടയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ മിറ്റിൽ തെങ്ങല്ലേ, അത് ബെരളമട്ടയ്ക്ക് വേണമെങ്കിൽ അടിച്ചിട്ട് വീട്ടിൽ ഞാൻ അകത്തായിപ്പോയിനെ. വേറെ ആളിനെ വിളിക്കാൻ റേഞ്ച് പോലും ഇല്ല, ഫോണിനകത്ത് കിട്ടത്തില്ല. കടുവയുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്. ഈ എല്ലാ മൃഗങ്ങളും ഈ എസ്റ്റേറ്റിലുണ്ട്. അത് ഭയങ്കര ശല്യമായിട്ട് തീർന്നിരിക്കുകയാണ് ഈ എസ്റ്റേറ്റ്. വന്യമൃഗ ശല്യത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. ഇത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചു കൊടുക്കുവാൻ സർക്കാരിന് മുന്നിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. തോട്ടം തൊഴിലാളികൾ എന്ന നിലയിലും സർക്കാരിന് മുന്നിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതിനൊരു തക്കതായ നടപടി സ്വീകരിക്കണമെന്ന്. കോന്നിക്ക് പുറമെ ജില്ലയിലെ മലയോര മേഖലയാകെ വന്യമൃഗ ഭീതിയിലാണ്. കഴിഞ്ഞ ദിവസം ചിറ്റാറിൽ പുലി കന്നുകാലികളെ കടിച്ചു കൊന്നിരുന്നു. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ സമരവുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.